1990 ലോകകപ്പിൽ ബ്രസീലിനെതിരെ മർഡോണയുടെ പാസിൽ ഒരു നീളമുടിക്കാരൻ ഗോളടിക്കുന്നത് കണ്ട് ഒരു 9 വയസ്സുകാരൻ കൈയടിച്ചു. അയാളുടെ പേരൊന്നും അന്നറിയില്ല, ആകെ അറിയാവുന്നത് മർഡോണയെ. പക്ഷേ ആ നീളമുടിക്കാരൻ അന്ന് എന്റെ ഹൃദയത്തിൽ ഒരാവേശമായി മാറുകയായിരുന്നു. ക്ലോഡിയോ കനീജിയ എന്ന അർജന്റീനക്കാരൻ അതിനു മുമ്പേ ആ ലോകകപ്പിൽ വരവറിയിച്ചിരുന്നു. കാമറൂണിനെതിരെയുള്ള മത്സരത്തിൽ ഒരു സിംഗിൾ ഡ്രിബിളിൽ 3 ഫൗളുകളാണ് അദ്ദേഹം നേരിട്ടത്. അതിൽ അവസാനത്തേതിനെ കാമറൂൺ താരം ബെഞ്ചമിൻ മാസിങ്ങിന് റെഡ് കാർഡും നേടിക്കൊടുത്തു. കനീജിയ ലോകകപ്പിൽ നേടിയ മറ്റൊരു ഗോൾ സെമിയിൽ ഇറ്റലിക്കെതിരെയായിരുന്നു. ആ ലോകകപ്പിൽ അതുവരെ ഗോൾ വഴങ്ങാതിരുന്ന 517 മിനിറ്റ് എതിരാളികൾക്ക് ഒരു പഴുതു കൊടുക്കാത്ത വാൾട്ടർ സെനേഗ എന്ന ഗോൾ കീപ്പറുടെ വലയിൽ ആദ്യമായും അവസാനമായും ആ ലോകകപ്പിൽ പന്തെത്തിച്ചത് കനീജിയാണ്. 1990 ലോകകപ്പ് ഫൈനലിൽ അനാവശ്യമായി സെമിയിൽ കിട്ടിയ യെല്ലോ കാർഡിൽ കനീജിക്ക് കളിക്കാൻ പറ്റാതിരുന്നില്ലായിരുന്നു എങ്കിൽ ഫലം മറ്റൊന്നായനെയെന്ന് വിശ്വസിക്കുന്നുണ്ട്. കനീജിയുടെ മറ്റൊരു മികച്ച പ്രകടനം 1994 ലോകകപ്പിൽ നൈജീരിയക്കെതിരെയായിരുന്നു. യക്കീനിയും സംഘത്തിനുമെതിരെ അർജന്റീന നേടിയ 2 ഗോളുകളും നേടിയത് കനീജിയായിരുന്നു. കനീജിയെ പറ്റി പറയുമ്പോൾ കനീജിയും മർഡോണയും തമ്മിലുള്ള ബന്ധമാണ് എടുത്തു പറയേണ്ടത്. മർഡോണയുടെ കൂടെ കളിക്കുമ്പോൾ അയാൾ 10 മടങ്ങ് ആവേശത്തോടെ കളിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, മർഡോണയുമായി ഇത്രയും ധാരണയോടെ കളിച്ച മറ്റൊരു കളിക്കാരനില്ല. ഗോളടിച്ച ശേഷം മർഡോണയും കനീജിയും തമ്മിൽ നടത്തിയ ലിപ് കിസ് പ്രശസ്തമാണ്. അവർ തമ്മിൽ പ്രണയമാണെന്ന് ഒരിക്കൽ കനീജിയുടെ ഭാര്യ അഭിപ്രായപ്പെടുകയുണ്ടായി. കനീജിയുടെ ഏറ്റവും മികച്ച ഗുണം അദ്ദേഹത്തിന്റെ അത്ലറ്റിക്സുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വേഗതയുള്ള ഫുട്ബോളറായി അദ്ദേഹം അറിയപ്പെട്ടു. 100 മീറ്ററിൽ സ്ഥിരമായി 10.50 സെക്കൻഡിൽ ഗ്രൗണ്ടിൽ ഓടുമായിരുന്നു. മാത്രമല്ല, 100 മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം ചില ടൂർണമെന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. 1988 10.20 സെക്കൻഡിൽ ഓടിയിട്ടുണ്ട്. അന്ന് കാൾ ലൂയിസിന്റെ ലോക റെക്കോർഡ് 9.92 സെക്കൻഡ് ആയിരുന്നു എന്ന് നോക്കണം. കാറ്റിന്റെ മകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഒരു സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഒരു മികച്ച പ്ലേമേക്കർ കൂടിയായിരുന്നു കനീജിയ. 1991 കോപ്പയിൽ അദ്ദേഹം നേടിയത് 2 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ്. മർഡോണയെ പോലെ ഫുട്ബോളിന്റെ മറ്റൊരു അർജന്റീൻ ദൂർത്തുപുത്രൻ കൂടിയായിരുന്നു കനീജിയ. 1993 കോക്കൈൻ ഉപയോഗത്തിന്റെ 13 മാസ വിലക്കാണ് കനീജിയ നേരിട്ടത്. കനീജിയയും അർജന്റീന കോച്ച് പെസറലയും ദീർഘകാലം കലഹത്തിലായിരുന്നു. മുടിമുറിക്കണമെന്ന് പെസറല കർശന നിർദ്ദേശം നൽകിയപ്പോൾ അതിന് കനീജിയ തയ്യാറായില്ല. 1998 ലോകകപ്പ് ഉൾപ്പെടെ കുറേയധികം മത്സരങ്ങൾ അദ്ദേഹത്തിന് അതുമൂലം നഷ്ടപ്പെട്ടു. കനീജിയുടെ കളി ഒരിക്കൽ കൂടി കാണണമെന്ന് അക്കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി 2002 ലോകകപ്പിലേക്ക് കനീജിയ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. മാത്രമല്ല, സ്വീഡനുമായുള്ള അവസാന മത്സരത്തിൽ റഫറിയെ പരിഹസിച്ചതിന് ബെഞ്ചിലിരുന്ന അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ മഹാനായ ഒരു കളിക്കാരന്റെ കളി ജീവിതം അതിവേദനാജനകമായി അവസാനിക്കുകയായിരുന്നു.